ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. ദയവായി അതിനുശേഷമുള്ള വാക്യങ്ങൾ 16 മുതൽ വായിക്കണം. എന്നെങ്കിൽ മാത്രമേ ദൈവിക ദൂതന്മാരുടെ ഒരു ശുശ്രൂഷ നമുക്ക് കാണുവാൻ കഴിയും. 18-19 അധ്യായങ്ങൾ അബ്രഹാമിന്റെ കൂടാരത്തിലേക്കും ലോത്ത് പാർത്തിരുന്ന സോദോം പട്ടണത്തിലേക്കും ദൂതന്മാരുടെ സന്ദർശനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം സോദോം. അബ്രഹാം ഇപ്പോഴും മമ്രയുടെ തോപ്പിൽ കൂടാരങ്ങളിൽ പാർത്ത് യാഗപീഠം പണിത് വാഗ്ദത്തം പറഞ്ഞ് വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ, ലോത്ത് പട്ടണത്തിൽ പാർത്ത് സോദോമിന്റെ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും അവർ കുടുംബമായി ജീവിച്ച് ഇപ്പോൾ മക്കളും മരുമക്കളും കൂടാതെ അവർ പാർക്കുന്ന പട്ടണത്തിലെ പ്രധാന സ്ഥാനങ്ങളും അംഗീകാരങ്ങളും മാന്യതയും ഒരുപക്ഷെ എല്ലാവരും ബഹുമാനിക്കത്തക്ക പദവിയും ഉള്ള ഒരു പ്രമാണി പോലെ ആ ദേശത്തിന്റെ പ്രധാന സ്ഥാനീയനായി ലോത്ത് സോദോമിന്റെ ഒരു പ്രതിനിധിയായി ഉൽപ്പത്തി പുസ്തകം 18-19 അധ്യായങ്ങളിൽ കാണുവാൻ കഴിയും. ഈ ദൂതന്മാർ വന്നത് 2 വ്യത്യസ്ത വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഒരു കൂടാരത്തിനകത്ത് നാളുകളായി വാഗ്ദത്തം പറഞ്ഞ് നക്ഷത്രങ്ങളെ എണ്ണി കടൽക്കരയിലെ മണൽ എണ്ണി ഭൂമിയിലെ പൊടിപോലെ ആക്കുമെന്നുള്ള വിശ്വാസവചനം ഏറ്റുപറഞ്ഞ് ദൈവം അരുളി ചെയ്ത പ്രവചന ശബ്ദങ്ങളിൽ വിശ്വസിച്ച് നക്ഷത്രങ്ങൾ രാത്രിയിലും പകൽ മണലും എണ്ണി എണ്ണി നെടുകയും കുറുകയും നടന്ന് വിശ്വാസത്തിൽ ഉറച്ചും ദൈവം ശക്തനെന്ന് ഏറ്റുപറഞ്ഞും അവിശ്വാസത്താൽ സംശയിക്കാതെയും നാൾ കഴിയുന്നോറും വിശ്വാസത്തിൽ ശക്തിപ്പെട്ടും ആശയ്ക്ക് വിരോധമായും ആശയോടെയും ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ദൈവിക പദ്ധതിക്ക് വേണ്ടി കൂടാരത്തിൽ കാത്തിരിക്കുന്ന വന്യവയോധികരായ അബ്രഹാമും സാറയും ആ കൂടാരത്തിലേക്ക് ഒരു ദിവസം വിടുതലിന്റെ വാർത്തയുമായി മമ്രയുടെ തോപ്പിലെ അബ്രഹാമിന്റെ വീട് അന്വേഷിച്ച് സദ്വർത്തമാനമായി ദൂതന്മാർ വരുന്നു. അന്ന് അവിടെ ഒരു തലമുറയെ ജനിപ്പിക്കാൻ പോകുകയാണ്. എന്നാൽ ലോത്ത് പാർക്കുന്ന സോദോം പട്ടണത്തിലെ ഒരു തലമുറയെ നശിപ്പിക്കുവാനും ഈ ദൂതന്മാർ കടന്നുപോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ ദൂതന്മാരുടെ 2 വ്യത്യസ്ത സന്ദർശനങ്ങൾ, 2 വ്യത്യസ്ത പ്രതികരണങ്ങൾ. ദൈവത്തിന്റെ സ്നേഹിതരെ അബ്രഹാമിനോട് ദൈവം മറച്ചു വെക്കാതെ അവിടെ സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആ ജനത്തിന്മേൽ വരാവുന്ന ശിക്ഷാവിധിയെക്കുറിച്ചും അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നു. അബ്രഹാമിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും മധ്യസ്ഥതയ്ക്ക് പോലും കഴിയാത്ത തലത്തിൽ സോദോമിന്റെ പാപം സ്വർഗത്തിലേക്ക് അത് എത്തുന്നു. എന്നാണ് സോദോം നിവാസികളെ കുറിച്ച് ബൈബിൾ പറയുന്നത്? വളരെ നികൃഷ്ടരായ ദേശനിവാസികൾ. ദൈവസന്നിധിയിലേക്ക് ആവലാതി ഉയരത്തക്ക വിധം അസഹനീയമായ ദുഷ്ടജീവിതമായിരുന്നു ഈ സോദോമിനുടേത്. അമിതാഹാരം, അമിത സമ്പത്ത്, ആ കാലത്തെ ഏറ്റവും വലിയ ആധുനികത, അതിൽ രസിച്ച് ജീവിക്കുന്ന ജീവിതക്രമങ്ങൾ, ആഡംബരവും സുഖലോലുപതയും ഈ സോദോമിനെ അഹങ്കാരികളാക്കി അല്ലെങ്കിൽ അധാർമികതയുള്ളവരാക്കി തീർത്തു. ദൈവസന്നിധിയിൽ ലജ്ജാകരമായ പാപപ്രവർത്തികൾ, വളരെ നിഷ്ഠൂരമായ ജീവിത ശൈലികൾ, വിഗ്രഹാരാധന, പ്രകൃതി വിരുദ്ധമായ പാപപ്രവർത്തികൾ അവരെ വിവേകമില്ലാത്തവരാക്കി തീർത്തു. റോമാലേഖനം 1-ാം അധ്യായം 21 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് അത് കാണുവാൻ കഴിയും. ഇതാണ് സോദോമിന്റെ പശ്ചാത്തലം. പ്രിയമുള്ളവരെ, ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം ലോത്തിന്റെ നാശത്തിന്, തകർച്ചയ്ക്ക് കാരണമായി. ഈ 15-ാം വാക്യത്തിൽ എന്താണ് പ്രസക്തി? നാം വായിച്ച വാക്യങ്ങൾക്ക് ശേഷമുള്ള വചനങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ദൂതന്മാർ വന്ന് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാൻ ആവോളം ശ്രമിക്കുകയാണ്. അബ്രഹാമിന് അറിയാം, ഈ പട്ടണത്തിൽ 50 നീതിമാന്മാരില്ല, 40 ഇല്ല, 30 ഇല്ല, 20 ഇല്ല, 10 ഇല്ല. ഒരുപക്ഷെ അബ്രഹാം ആ പ്രാർത്ഥന പൂർത്തീകരിക്കാൻ കഴിയാതെ പോലെ ദൈവസന്നിധിയിൽ ലോത്തിന്റെ പേര് പറഞ്ഞ്, കാരണം ലോത്ത് മാത്രമേ ഉള്ളൂ. ഇവിടാണ് പ്രിയമുള്ളവരെ, നാം ദേശങ്ങൾക്ക് വേണ്ടി, ജനസമൂഹങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത. 50 മുതൽ 10 വരെ അബ്രഹാം ദൈവത്തെ കുറച്ചുകൊണ്ടുവന്നു. പക്ഷെ 10-ൽ നിന്ന് വീണ്ടും 1-ലേക്ക് ചുരുക്കാമായിരുന്നു. ആ ദേശത്തിന് വേണ്ടി അബ്രഹാം തനിക്ക് കഴിവോളം ആവോളം ഇടിവിൽ നിന്നു. പക്ഷേ പ്രാർത്ഥനയുടെ ഒരു പൂർത്തീകരണം നമുക്കവിടെ കാണുവാൻ കഴിയുന്നില്ല. ലോത്ത് വിടുവിക്കപ്പെട്ടു, കുടുംബം വിടുവിക്കപ്പെട്ടു, പക്ഷെ തീയിൽ കൂടെ എന്ന പോലെ രക്ഷപ്പെട്ടു. ആ കുടുംബത്തെ കുറിച്ച് ഒരു മെറിറ്റും വിശുദ്ധ തിരുവചനത്തിൽ പറയാനില്ല. ലോത്ത് വലഞ്ഞുപോയ നീതിമാൻ. ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ലോത്ത് ജനിപ്പിച്ച മക്കൾ ഒരു ഗുഹയിൽ അവസാനിച്ചു. അവർ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. എന്തൊരു ദുരന്തം, എന്തൊരു ശാപകരമായ ജീവിതാന്ത്യം. അബ്രഹാമിനേക്കാൾ മുമ്പേ വീടും പട്ടണത്തിലെ സ്ഥാനവും ദേശത്തിലെ അംഗീകാരവും മക്കളും മരുമക്കളും ഒക്കെ ലഭിച്ച ലോത്ത് താൻ ഏത് പട്ടണം തിരഞ്ഞെടുത്തോ, ഏത് ദേശം തിരഞ്ഞെടുത്തോ, ആ ദേശത്ത് പുറത്തു വരുവാൻ കഴിയാതെ ഇപ്പോഴും ഒഴിവ് കഴിവുകൾ പറയുകയാണ്. ഒന്നാമത് താൻ തിരഞ്ഞെടുത്ത ദേശം ന്യായവിധിക്ക്, ശിക്ഷാവിധിക്ക് യോഗ്യമായി തീർന്നു. അബ്രഹാം കൂടാരം മാറ്റി മാറ്റി അടിച്ച് പോകുന്ന സ്ഥലങ്ങളെല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച് പിചില വൃക്ഷങ്ങൾ നട്ട് ഈ ദേശത്തോട് ഒരു ദൈവഭക്തൻ, വിശ്വാസ വീരൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടന്നുപോയി. കാരണം യഥാർത്ഥത്തിൽ അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എബ്രായൻ,
മറുകര കണ്ടവൻ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എത്തിച്ചേർന്നവൻ. വിശ്വാസത്തിന്റെ ജീവിതയാത്ര ഈ ഭക്തൻ തുടരുമ്പോൾ കാഴ്ചയിൽ ജീവിച്ച, വിശ്വാസത്തിന് ഒരു ചുവടും വെക്കാതെ തന്റെ സ്വന്തം ഇഷ്ടങ്ങളിലും സ്വയത്തിലും ജീവിച്ച ലോത്ത് ഇപ്പോൾ ദൂതന്മാരോട് പോലും എക്സ്ക്യൂസ് പറയുകയാണ്. മനുഷ്യമായി വീണ്ടും ദൈവിക പദ്ധതി അവരെ പുറത്തെടുക്കുവാനും രക്ഷിക്കുവാനും ശ്രമിക്കുമ്പോൾ ഇപ്പോൾ അവർ അവരുടെ നിസ്സഹായ അവസ്ഥകള്, അവരുടെ പോരായ്മകള്, അവരുടെ കഴിവുകേടുകള്, അല്ലെങ്കിൽ പർവ്വതത്തിലേക്ക് ഓടിയെത്തുവാൻ കഴിയത്തില്ല എന്നുള്ള അവരുടെ നിർബന്ധം, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. എന്താണ് നാം ഈ അധ്യായം 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്? ദൂതന്മാർ അവരെ ബന്ധപ്പെടുത്തി, ഓടിപ്പോയിക്കൊള്ളുക, ഒരിക്കലും ഇവിടെ താമസിക്കരുത്, ഇവിടെ നിൽക്കരുത്, കൈക്ക് പിടിച്ച് പട്ടണത്തിൽ നിന്ന് പുറത്തെടുത്തു, രക്ഷപ്പെട്ട് വീണ്ടും ഓടിപ്പോയിക്കൊള്ളുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിങ്ങൾ തുടരരുത്, ഇവിടെ നിങ്ങൾക്ക് വലിയൊരു നാശമുണ്ടാകാൻ പോകുന്നു, പർവ്വതത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. തുടർമാനമായ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഓടിപ്പോകാം 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 എന്ന് ധാരാളം പ്രാവശ്യം കാണും. പക്ഷെ പ്രിയമുള്ളവരെ, അവർ മറ്റൊരു പട്ടണം ചൂണ്ടിക്കാണിച്ചു. എന്താണ് അവിടെ അവസാനമായി കാണാൻ കഴിയുന്നത്? അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലം തിരഞ്ഞെടുക്കുവാൻ ദൂതന്മാർ അനുവദിച്ചു. ഇപ്പോഴും ദൈവപ്രവർത്തന മുമ്പിൽ കുറുക്കുവഴികൾ, മറ്റു പരിഹാരങ്ങൾ, മനുഷ്യമായ താല്പര്യങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ. പ്രിയരെ, ഇത് ലോത്തിന്റെ മാത്രമല്ല നമ്മുടെ തകർച്ചയ്ക്കും കാരണമായി. നവോമിയും കുടുംബാംഗങ്ങളും ബേത്ലഹേമിലെ ക്ഷാമത്തിന് പകരം തിരഞ്ഞെടുത്തത് അപ്പമുള്ള, ആഹാരമുള്ള മെച്ചപ്പെട്ട സ്ഥലമായ മോവാബാണ്. അത് അവരുടെ നാശത്തിന്, തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. ദേമാസിനെ കുറിച്ച് പറയുന്നത്, ദേമാസ് എന്നെ വിട്ട് ഈ ലോകത്തെ സ്നേഹിച്ചു, തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് ഇറങ്ങിപ്പോയി. യൂദ കർത്താവ് തെരഞ്ഞെടുത്ത അപ്പോസ്തലനാണെങ്കിലും യേശുവിനേക്കാൾ അധികം പണത്തെ സ്നേഹിച്ച് ലഭിച്ച പണം തനിക്ക് അനുഗ്രഹമായി ഭവിച്ചില്ല, താൻ വാങ്ങിച്ച വസ്തുവിൽ അവസാനിച്ചു. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, പിൻപിലുള്ളതിനെ മറക്കണം. പ്രിയമുള്ളവരെ, ലോത്തിന്റെ ഭാര്യയ്ക്ക് കഴിയാഞ്ഞതും അതാണ്. അത്രമാത്രം ആ പട്ടണ സംസ്കാരം അവരെ ശരിക്ക് സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ കുടുംബത്തിന് നിത്യമായതൊന്നും, വരുവാനുള്ളതും ഇനി വെളിപ്പെടാനുള്ളതും സ്വർഗീയമായതും ഉയരങ്ങളിലുള്ളതും ഒന്നും അവർക്ക് ആത്മദൃഷ്ടിയിൽ കാണുവാനില്ലായിരുന്നു. പിന്നെ കാണുവാനുള്ളതെല്ലാം ഭൗതികമായ ഈ പട്ടണത്തിന്റെ സംസ്കാരങ്ങളും ഇഷ്ടങ്ങളും ആധുനികതയും ഇതിന്റെ ആഡംബരങ്ങളും സുഖലോലുപതയൊക്കെയായിരുന്നു. അവർ അതിൽ മുഴുകി ഇഷ്ടപ്പെട്ട് ആമോദിച്ച് അതിന്റെ താല്പര്യങ്ങളിൽ ജീവിച്ചു. ഇന്ന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തം എന്ന് പറയുന്നത്, നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു കാലയളവ് നമുക്ക് നൽകുന്ന പോസ്റ്റ് മോഡേണിറ്റി, വികസനം, നമ്മുടെ സ്വയത്തിനും ജഡത്തിനും താല്പര്യമുളവാകുന്ന എല്ലാവിധമായ ഇഷ്ടാനിഷ്ടങ്ങൾ, അത് വിനോദമാകട്ടെ, ആഘോഷങ്ങളാകട്ടെ, ആധുനികമായ എല്ലാ സമ്പ്രദായങ്ങളാകട്ടെ, ഇനി മതപരമായ ആചാരങ്ങളാകട്ടെ, ഇതെല്ലാം പ്രിയമുള്ളവരെ വെള്ളത്തിലെ കുമിള പോലെ. ലോത്ത് കണ്ടെത്തിയതൊന്നും ലോത്തിനെ സഹായിച്ചു. പക്ഷെ ഇപ്പോഴും ഭക്തൻ കൂടാരത്തിനകത്ത് വിശ്വാസം ഏറ്റുപറഞ്ഞ് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ അന്ന് രാത്രി അവിടെ ഒരു തലമുറ ജനിച്ചു, ഒരു ജാതി പിറന്നു, ബഹുവംശങ്ങൾ അവിടെ ഉളവായി. അനേക ജാതികളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആ കൂടാരത്തിൽ ദൂതന്മാരുടെ ആഗമന നിമിത്തം അവിടെ ഉളവായി. എന്നാൽ അതേ ദൂതന്മാർ സോദോമിലെത്തിയപ്പോൾ ഒരു തലമുറ നശിച്ചു. ന്യായവിധിക്ക് അർഹരായിട്ട് ദൂതന്മാർക്ക് ജനിപ്പിക്കാനും അറിയാം, നശിപ്പിക്കുവാനും അറിയാം. ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുവാൻ അറിയാം. പക്ഷേ അവർ ഉള്ളിൽ നിന്ന് സോദോമിനെ എടുത്തു കളയുവാൻ ദൂതന്മാർക്ക് പോലും കഴിയും. അതാണ് അവിടെ സംഭവിച്ചത്. ലോത്തിന്റെ ഭാര്യയുടെ ഉള്ളിൽ നിന്ന് ഈ സോദോമിന്റെ സംസ്കാരവും സോദോമിന്റെ സ്വഭാവവും സോദോമിന്റെ താല്പര്യവും എടുത്തു കളയുവാൻ ദൂതന് പോലും കഴിയത്തില്ല. അതാണ് പ്രിയമുള്ള ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത്. മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനും വീണ്ടെടുക്കുവാനും മോശയ്ക്ക് കഴിയത്തുള്ളൂ. പക്ഷെ അവർ ഉള്ളിൽ കിടന്ന മിസ്രൈമാണ്, മിസ്രൈമിന്റെ സ്വഭാവമാണ് അവരെ ഇല്ലാതാക്കിയത്. ഫറവോൻ അവരെ പിടിക്കുവാൻ വരാവുന്ന പരമാവധി അതിരെന്ന് പറയുന്നത് ചെങ്കടൽ വഴിയാണ്. ചെങ്കടലിനപ്പുറത്തൊരു ഫറവോന് എൻട്രി ഇല്ല. അവിടെ ഫറവോൻ അവസാനിക്കും, തീരും. ഫറവോന്റെ തകർച്ചയാണ് ചെങ്കടലിലെ ഈ വെള്ളം. പക്ഷെ ചെങ്കടൽ കഴിഞ്ഞും മിസ്രൈമിലെ സ്വഭാവം ഇസ്രായേൽ ജനത്തെ തകർത്ത് മരുഭൂമിയിൽ അവസാനിപ്പിച്ചു. ഇന്നത്തെ ദൂത് ഒന്നുകൂടെ നമുക്കൊന്ന് റീതിങ്ക് ചെയ്യുവാൻ, പുനഃസമർപ്പണത്തിന് വേണ്ടി, ഒരു പുനരാലോചനയ്ക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.